പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് യാത്രകളിലെ രണ്ട് അനുഭവങ്ങൾ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണങ്ങളും ഹദീസുകളിൽ കാണാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യാത്ര പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി ഒരുപാട് യാത്രികർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഒട്ടകപ്പുറത്ത് ഒരു സ്ത്രീ യാത്ര പോകുന്ന ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്നത്, ഈ സ്ത്രീയുടെ വാഹനം നബിയും സഹാബത്തും വിശ്രമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ ഒട്ടകം മുട കാണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായ ഒട്ടകം യാത്ര ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ ഈ സ്ത്രീ പല പ്രാവശ്യം ഈ ഒട്ടകത്തെ അടിക്കുന്നുണ്ട്. എത്ര കാണിച്ചിട്ടും ഈ ഒട്ടകം പോകുന്നില്ല. അത് ക്ഷീണിതൻ അവശരാണ്. അവസാനം സ്ത്രീ അതിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ ഒട്ടകത്തെ ശപിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ള ചില പദപ്രയോഗങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ആ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒട്ടകത്തെ വിടണം. അതിൻ്റെ പുറത്തിരിക്കുന്ന നിങ്ങളുടെ യാത്രാ സാമഗ്രികൾ എടുത്തിട്ട് ഇനി അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല. ഇന്നഹ മൽഊന, നിങ്ങൾ അതിനെതിരെ ശാപപ്രാർത്ഥന നടത്തിയതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ ആ ഒട്ടകപ്പുറത്തുനിന്ന് ഇറക്കി മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഇതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി. നമ്മുടെ വാഹനമാണ്, അതൊക്കെ ഒരു മിഷനാണല്ലോ. ചിലപ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യം പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വാഹനത്തിനും തകരാറുണ്ടാക്കുകയും നമുക്ക് അങ്ങനെ വല്ല സംഭവിച്ചാൽ ഒരിക്കലും ആ വാഹനത്തെ ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥരായിക്കൊണ്ട് ശപിക്കാന്ന് പറഞ്ഞാൽ നീ നശിച്ചു പോട്ടെ എന്ന അർത്ഥത്തിലല്ല, നമ്മൾ സാധാരണ നാട്ടിൽ നടത്തുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉള്ള അത്തരമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ല എന്ന്. വാഹനം ശപിക്കപ്പെടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം മനസ്സിലാക്കി നിരുത്സാഹപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യാത്ര വാഹനത്തെ ഒരു കാരണവശാലും അതിനെതിരെ, ഈ ശാപം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രാർത്ഥിക്കുന്നതിനാണല്ലോ ശാപപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ബർക്കത്ത് നമുക്ക് നിഷേധിക്കപ്പെടും, ആ പറഞ്ഞ ആൾക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ നമ്മുടെ യാത്ര വാഹനത്തെ അങ്ങനെ പറയുന്ന ഒരു സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ യാത്രയുടെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്നാണ് നബി പറയുന്നത്. നബി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു രംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഒട്ടകത്തെ സാധാരണ സഞ്ചരിക്കാറുള്ളത്. ഒരിക്കൽ മറ്റൊരു ഒട്ടകം നബിക്ക് വേണ്ടി ഒരാൾ കൊണ്ടുവന്നപ്പോൾ നബി അതിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങവേ ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആദ്യം ഒട്ടകത്തിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, വേണ്ട, താങ്കൾ കയറിയിരിക്കുന്നു. അപ്പോൾ അയാൾ വിസമ്മതിക്കാരൻ, നബിയുടെ മുന്നിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധപൂർവ്വം അയാളെ കയറ്റിയിരുത്തിയിട്ട് നബി ഒട്ടകത്തിന്റെ അയാളുടെ പുറകിലാണ് ഇരുന്നത്. നബിയുടെ ഒട്ടകത്തിലാണെങ്കിൽ നബിയുടെ ആ ഒട്ടകത്തിൽ നബി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് മറ്റുള്ളവർ പുറകെ ഇരുന്നിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു മര്യാദ അത് പണ്ഡിതന്മാർ പറഞ്ഞത്, നബി ഒരിക്കലും ഒരു നേതാവിനെ പോലെ വാഹനത്തിന് മുന്നിൽ കയറി ഞെളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അതൊരു മര്യാദയാണെന്നാ. യാത്ര മുന്നിൽ ഇരിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, അങ്ങനെ വാഹനത്തിൽ മുന്നിൽ കയറി ഒരു നേതാവ് ചമഞ്ഞിരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതത്തിലില്ല. നബിയുടെ വിനയത്തിന് ഏറ്റവും വലിയ അടയാളമായിരുന്നു. നബി എപ്പോഴും അങ്ങനെ പുറകിൽ ഇരിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് എന്നതാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ യാത്ര ചെയ്യാം, ഏതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ല സൗകര്യം നോക്കി നമുക്ക് ചെയ്യാം. പക്ഷെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ചമഞ്ഞിരുന്നുള്ള യാത്ര നമ്മൾ ഒരിക്കലും, നബി അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബിയുടെ പ്രകൃതം അങ്ങനെയായിരുന്നു എന്ന് നമുക്കും ആ രൂപത്തിൽ ആ ചര്യകളൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.